ബഷീറേ, എവിടെയാടാ നീ? അശോക, എന്തൊക്കെയാടാ? സുഖല്ലേ അളിയ? അശോക, എത്ര നാളാടാ എന്നെ കണ്ടിട്ട്? നമ്മളെ ഗ്രൂപ്പിലൊന്നും കാണില്ല. ഒത്തിരി ബിസിയാണ് അളിയാ. നിനക്ക് എത്ര ദിവസം ലീവ് ഉണ്ട്? എനിക്ക് ലീവോ? ഇവിടുന്നാണ്ട് ഫുള്ള് ലീവ് തന്നെയല്ലേ. പണി പോയിട്ട് വന്നിരിക്കണം അളിയാ. ഇവിടെ എന്തെങ്കിലും? ഇവിടെ ഇപ്പം എന്താണ് കല്ലും മണ്ണും ഒറ്റച്ച ബേക്കണ പണിയില്ല. ഇന്നെക്കാളും മുന്നേ പോന്നവര് പച്ചക്കറിയും ഫ്രൂട്ട്സും വിറ്റ് അതിന്റെ വിത്ത് മുളപ്പിച്ചിട്ട് അതിന്റെ ഫ്രൂട്ടും വിറ്റിട്ട് ജീവിക്കുക. അല്ല, നിനക്കെന്താ ഇപ്പൊ പരിപാടി? ഞാൻ അല്പം ജോലിശാസ്ത്രമൊക്കെ പഠിച്ച് ഇങ്ങനെ പിടിച്ച് നിൽക്കേ. ജോലിശാസ്ത്രോ? എടാ, നമ്മൾ രണ്ടാളും ഒരുമിച്ചല്ലേ പഠിച്ചേ? അതൊക്കെ ഉണ്ട്. എന്താ നിന്റെ പ്രശ്നം? വീട്ടിലെ ചെലവും പിള്ളേരുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ എല്ലാം കൊണ്ടും നട്ടം തിരിയാണ് ഞാൻ. ചെലവിന് ക്യാഷ് വേണം. നമ്മൾ ഏത് മതമായാലും വിശക്കുന്നവൻ്റെ മുന്നിൽ ഒറ്റ ദൈവമേ ഉള്ളൂ, ഒറ്റ വിശ്വാസവും. എൻ്റെ ശാസ്ത്രം നിന്നെ രക്ഷിക്കുമെങ്കിൽ ഞാനൊരു വഴി പറയാം. അതെന്താണ്? വാ. മുത്തുവാക്ക, പെണ്ണ് കണ്ട് 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 മടുത്ത്. പെണ്ണ് കണ്ട് കണ്ടിന്റെ സമ്പാദ്യം മുഴുവൻ ഇവിടെ. അല്ലോ, അങ്ങനെ പറയല്ലട മുത്തേ. എന്ത് മുത്ത്? അനക്ക് എത്ര പെണ്ണുങ്ങൾ കാണിച്ചെന്ന്? അനക്ക് കാണിച്ചതിനെ കിട്ടിയിട്ട് എനിക്ക് കുട്ടികൾ രണ്ടായി. അനക്ക് ഓരോരോ സങ്കല്പങ്ങളെ. പിന്നെ സങ്കല്പങ്ങൾ ഇല്ലാതിരിക്കും. നമ്മള് ആകെ ഒരു പെണ്ണല്ലേ കിട്ടുള്ളൂ ജീവിതത്തില്. അപ്പോ കുറച്ച് നല്ല നീളമുള്ള മുടി, നല്ല വട്ട മുഖം, നല്ല ഉണ്ട കണ്ണുകള്, അങ്ങനെ ഓരോ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവൂലേ? അതൊക്കെ പോട്ടെ, നമ്മളിപ്പോ ഏത് പെണ്ണിനെ കാണാൻ പോണത്? ഇപ്പൊ നമ്മൾ കാണാൻ പോണത് പെണ്ണിനല്ല, ഒരാണിനെ. ആണിനെ? ഞാനാട്ടെ ഈ പാളൊന്നല്ല, പെണ്ണിട്ട് ഉപയോഗിച്ചിട്ട് ഞാൻ അമ്മയടുത്ത ആളൊന്നല്ല. നിങ്ങൾ എന്ത് വർത്താനാണ് ഈ പറയണത്? നീ ബഹളം ഉണ്ടാക്കില്ലേ? നമ്മളിപ്പോ കാണാൻ പോകുന്നത് നിന്റെ എല്ലാ പ്രശ്നങ്ങളും പരിഹരിക്കാൻ പറ്റുന്ന ഒരാളെ കാണാനാ. അതാരാണ്? അശോകസ്വാമികൾ. ആര്? അശോകസ്വാമികൾ. പേരെന്നൊരു വശപ്പശ കാണല്ലോ. വാ. വരാന്ന് പറഞ്ഞ ആൾക്കാരെ കാണില്ലല്ലോ. നിന്റെ കണ്ടകച്ചിന് എന്നെ കൊണ്ടേ പോകും. എന്നാലും ഇതൊക്കെ ഒരു അന്ധവിശ്വാസമല്ലേ അശോക? അന്ധവിശ്വാസം അത് നിനക്ക്. വിശ്വാസമുള്ളവർ ഈ ലോകത്ത് ഒരുപാടുണ്ട്. അവർക്ക് ആത്മവിശ്വാസം നൽകല എൻ്റെ പണി. കേട്ടാ ഉണ്ണി? ഉണ്ണിയാ? അതാരാ? നീ തന്നെ. ഇപ്പൊ മുതൽ നീ ബഷീറല്ല, ഉണ്ണിയാണ്. പൊട്ടത്തരം കാണിക്കാതെ മിണ്ടാതൊരു പാത്തിരി. വാ. പ്ലീസ് വെൽക്കം, ടേക്ക് യുവർ സീറ്റ്. ഓം ഗ്രീം ക്ലീം സ്ഫുരസ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര ചട ചട പ്രജര പ്രജട കഹ കഹ ഓം മാമ സ്വാഹ സ്വാഹ. ഉപേക്ഷണാവൂ. പിരിയും കുത്തർക്കി. ഇരിക്കടാ. നോം കാണുന്നു. മാംഗല്യമല്ലേ പ്രശ്നം? നോം ശരിയാക്കി തരാം. അതേ സ്വാമി, നല്ല ജോലിയുണ്ട്, ദുശീലങ്ങളൊന്നുമില്ല. പക്ഷെ എന്താ, പെണ്ണ് കിട്ടുന്നില്ല. എങ്ങനെ കിട്ടാനാ? ഓന്റെ മോന്ത കണ്ട പെണ്ണ് കിട്ടു സ്വാമി. എന്താ എന്താ സ്വാമി? ഒന്നുമില്ല, ഒരു കല്യാണയന്ത്രത്തിന്റെ കാര്യം പറയായിരുന്നു. യമഹേന്ദ്രത്തിന്റെ ട്ടോ. അതെ, യാ മാ ഹ മന്ത്രങ്ങളടങ്ങിയ ഒരു യന്ത്രം. എന്തായാലും ഞാനൊരു തകിട് ജപിച്ചു തരാം. പെട്ടെന്ന് ഫലപ്രാപ്തി ഉണ്ടാവും. കുറച്ചു നേരം പുറത്ത് അങ്ങോട്ട് വെയിറ്റ് ചെയ്യാം. വല്ലതും നടക്കൂ? പുറത്ത് വെയിറ്റ് ചെയ്യാം. എൻ്റെ ബഷീറേ, അതാ മൊയിലേറെ തോന്നുന്നുണ്ട്. പൊട്ടത്തരങ്ങൾ എഴുന്നള്ളിക്കാൻ നിൽക്കണ്ട, വലിയ പുള്ളിയാ. ചെന്ന് വിളിക്ക്. ആഗമനം, വന്ദനം, വന്നാലും കേറിവാടി. അസ്സലാമലൈക്കും. വലൈക്കും സലാം വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇത് അശോകസ്വാമിയുടെ? അതെ, ഇവിടെ തന്നെ. ഇതെന്താ ബ്രോയിലർ കോയിനെറ്റ്? നാടൻ കോഴിയല്ലേ അങ്ങോട്ട് കൊണ്ടുവരാൻ പറയില്ലേ? ഇത് നാടൻ കോഴി തന്നെ, പാലക്കാട്ടുന്നാ, നമ്മുടെ മണിക്കോഴി.
ആ അങ്ങോട്ട് പോരി കുത്തിരിക്കും കേറുവാടി. പോരിയും പോരി. ഉപേക്ഷിതരായാലും ഏ? നിങ്ങളോട് കുത്തിരിക്കാൻ. അങ്ങനെ പറയും. കുത്തിരിക്കലില്ല. എന്താ നിങ്ങളെ പ്രശ്നം പറയാ? എന്റെ പൂജാരി, എന്റെ പ്രശ്നത്തിന് വലിയ പ്രശ്ന. ഞാൻ 3 കെട്ടി, 3ലും കുട്ടികളുണ്ടാവണില്ല. ലാസ്റ്റ് ഞാൻ 4ാമതൊന്ന് കെട്ടി. ആ കുട്ടിയാണ് ഈ കുട്ടി ലൈല. ഓള് സുന്ദരിയാ, പക്ഷെ ഇതിലും കുട്ടികളുണ്ടാവണില്ല സ്വാമി. നമ്മളെന്താ ചെയ്യാ? അതിന് നിങ്ങൾക്ക് ഒരു ഗൈനക്കോളജിസ്റ്റിനെ കാണിച്ചാൽ പോരെ? ഞങ്ങളുടെ നാട്ടിലുണ്ട് ഒരു ഗൈനക്കോളജിസ്റ്റ്. അങ്ങോട്ട് പോയി കൊടുത്താൽ മതി, പെറീച്ചിട്ട് ഇങ്ങോട്ട് തരും. തുറന്ന് അങ്ങോട്ട് പറയാ. എന്റെ പൂജാരിയെ, അവിടെ നിന്നാണ്ട് പറയാ. അതിന് ഞങ്ങൾക്ക് ഒന്നിച്ച് കഴിയാൻ പറ്റണ്ടേ? ഇവളുടെ വല്യമാന്റെ പ്രേതാത്ര ഇവളുടെ മേലെ കൂടിയിരിക്കുന്നത്. അതാണെങ്കിൽ ഇവിടെ വല്യപ്പാനം വിട്ട് പോണില്ല. ആ ചങ്ങായി ഇങ്ങനെ മരിക്കാൻ കിടക്കുകയാണ്. എന്തേലും മന്ത്രവും തന്ത്രവും ചെയ്തിട്ട് അയാളെ കൊന്നു തന്ന ആ ആത്മാവിന്റെ കൂടെ ഈ ആത്മാവ് അങ്ങോട്ട് പോയിക്കോളും. നോമൊരു യന്ത്രം അങ്ങോട്ട് ജപിച്ചു തരാം. എന്റെ സ്വാമി, ഉള്ള യന്ത്രം തന്നെ പ്രവർത്തിക്കാൻ പറ്റാത്ത വല്ലാത്തൊരവസ്ഥയല്ല ഞാൻ. സ്വാമി വേറെ വല്ലൊരു വഴിയും പറ. അടക്കം വെക്കാം. അടയ്ക്കും വെറ്റിൽ എന്ത് വേണമെങ്കിലും വെക്കാം. പക്ഷെ ആള് മയ്യത്താവണം. എന്നാലെന്റെ ലേലയ്ക്ക് എന്റെ കുട്ടികളെ പറയാൻ പറ്റൂ. അടക്ക വെക്കാനല്ല, അടക്കം. ഓം ഗ്രീം ക്ലീം സ്ഫുര സ്ഫുര പ്രസ്ഫുര പ്രസ്ഫുര. സ്വാമി സ്വാഹ. ഈ പ്രതിമയിൽ അങ്ങേരെ ആവാഹിച്ച് തലയിൽ ആണിയടിച്ച് മന്ത്രം ജപിച്ച് ഒരാഴ്ചക്കുള്ളിൽ അങ്ങേരെ പറത്തിക്കാം. പോയി വയ്യത്തായ. അടയ്ക്കാൻ പറ്റില്ല വെക്കാം. ആള് മയ്യത്താവണം. നാരന്റെ ലേലയ്ക്ക് എന്റെ കുട്ടികളെ പറയാൻ പറ്റൂ. ഇല്ല ലേല. അല്ലോ തിത്തിമിക്കുട്ടി വീണ്ടും വന്ന്. ഹാജിയാരെ, ഇപ്പൊ നോമിന് കാര്യം അങ്ങോട്ട് മനസ്സിലായി. മനസ്സിലായില്ല. ഹാജിയാരെ കുറച്ചു നേരം അങ്ങോട്ട് പുറത്തിരിക്കുക. നോം ശരിയാക്കി തരാം. ചെല്ല ചന്നത്തിനുണ്ടഞ്ഞ്. ഓ ലേസം കൂടി ഉണ്ട്. മോളെ തട്ടൊന്ന് മാറ്റിയേ. തട്ടൊന്ന് മാറ്റൂ. പോയി മാറ്റടോ. തട്ടം മാത്രം മാറ്റിയാൽ മതിയാ. ചെല്ലടോ. ശരി സ്വാമി. സത്യം പറഞ്ഞോ, നിന്റെ ദേഹത്തൊരു ബാധയില്ലെന്ന് എനിക്കറിയാം. ചൂരല് കൊണ്ട് നല്ല അടി കിട്ടണോ അതോ നീ സത്യം പറയുന്നു? സ്വാമി, ഞാനൊരു പാവം പെൺകുട്ടിയാ. എനിക്കുണ്ട് മോഹങ്ങളും സ്വപ്നങ്ങളൊക്കെ. അയാളുടെ 4ാം ഭാര്യയായിട്ട് കുട്ടികളെ പ്രസവിക്കുന്ന യന്ത്രമായിട്ട് മാത്രം എനിക്ക് ജീവിക്കാൻ വയ്യ. എങ്ങനെയെങ്കിലും എന്നൊന്ന് രക്ഷിക്കണം. എനിക്കിപ്പോൾ ഏകദേശം കാര്യങ്ങളെല്ലാം മനസ്സിലായി. നോം ശരിയാക്കി തരാം. കുട്ടി കണ്ട് പുറത്തിരിക്കുക കുറച്ചു നേരം കേട്ടോ. പോവാ. അല്ല സ്വാമി, ഇതിപ്പോ ആകെ പുലിവാലായല്ലോ. പറയണ്ട സ്വാമി, ആകെ കുലുമാലായി. താൻ പോയിട്ട് അയാളെ ഇങ്ങോട്ട് വിളിച്ചു വാ. ഒക്കെ ശരിയാവും. ഓം കാളി കാളി മഹാകാളി ഭദ്രകാളി നമസ്തുതേ കുലഞ്ചകുലധർമ്മഞ്ച മാം ച പാലയ പാലയ ഹും ഫട്ട് സ്വാഹ. ഇരിക്കൂ. ഹിമായ സൃഷ്ടിവിധാനകാല പാർശ്വേന ബന്ധനായ ഓം കൽഗേന കൽഗേന ചേതേന ചേതേന ദഹാ ദഹാ വശ വശ സർവപ്രേതോപരവാദാദുരിതങ്ങളും ഹും ഫട്ട് സ്വാഹ. എന്റെ അശോകസ്വാമി, ആ തള്ളയുടെ ജിന്നു വല്ലതും പറഞ്ഞാ? സംഗതി ഇത്തിരി ഘടോത്കജാണ്. അല്ലോ, വല്യമ്മാന്റെ ആത്മാവ് തിരി കലിപ്പിലാ. ആന്ന് തീരെ റൊമാൻറ്റിക് അല്ലാത്തൊരു തള്ള. അതിന്റെ ആത്മാവില്ല ഇപ്പം എന്റെ ലേലയുടെ മേലെ കൂടിയിരിക്കുന്നത്. സംഗതി നോം ശരിയാക്കി തരാം. ചില ഭീകരമായ ചിലവേറിയ ക്രിയകൾ ചെയ്യാനുണ്ടേ. ചിലവേറിയ ക്രിയകൾ വേണ്ടിവരും. എന്ത് വിക്ര ചെയ്താലും വേണ്ടില്ല, പ്രതിമേന്റെ തലമണ്ടയിൽ ആണിയടിച്ച് 2ാം ദിവസം ആള് മയ്യത്താവണം. എന്നാ കണ്ണടച്ച് പ്രാർത്ഥിക്കുക. ഓം ഗ്രീം ക്ലീം ഹൈം ക്ലീം സോം ക്ലീം ഭദ്രകാളി നമഃ. ഓം സ്വ കല്ലടി കൂടുമലാരുത് കരുന്നീര് സ്വ. എന്താ പേര്? കുഞ്ഞു മുഹമ്മദ്. കുഞ്ഞുമമ്മ ആണോ ചാവേണ്ടത്? അല്ലോ, ഞമ്മളാണ് ചാവേണ്ട. ബീരാൻകുട്ടി, CP ബീരാൻകുട്ടി, മതി, 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 മതി. 67 61 02. കണ്ണടച്ച് പ്രാർത്ഥിക്കുക. 3 പ്രാവശ്യം ഒഴിയാ.
അല്ലാഹുമ്മ സല്ലി സ്വലാത്തും കാമില സല്ലി സലാമൻ താമ്മൻ എന്നില്ലടോ. സയ്യിദിനാ അയാളൊഴി നശിപ്പിക്കല്ലേ. അല്ലാഹുമ്മ സല്ലി സ്വലാത്തും കാമില സല്ലി സലാമൻ താമ്മൻ അലാ സയ്യിദിനാ മുഹമ്മദ്. നല്ല മണം ഒഴിഞ്ഞോളി. സ്വാ. ഇനി ആ പെൺകുട്ടീനെ വിളിക്കാം. സ്വാമി ആ പെണ്ണിനെ കാണാനില്ല. എന്ത്? മംഗലസൂത്രത്തിന് വന്ന ആ ചെക്കനെ കാണാനില്ല. അല്ലോ ചായച്ച. ലൈല മോളെ, ലൈല ലൈല മോളെ, ഈ എവിടെ? എന്റെ മോളെ ലൈല, ലൈല. അപ്പോൾ ആ കാര്യത്തിലൊരു തീരുമാനമായി. ലൈല മോളെ, നിങ്ങൾ എന്തോ ഒലക്കമില്ല പരിപാടി ചെയ്തത്. നമ്മൾ ബാധ ഒഴിപ്പിക്കാനല്ല ഇവിടെ വന്നത്, അല്ലാണ്ട് ബീഫ് ലൈലിനെ കാണാനില്ല. അത് കുഴപ്പമില്ല, നമുക്ക് കബഡി നിരത്തിയിട്ട് കണ്ടുപിടിച്ച് തരാം. നിങ്ങൾ ഒലക്കമില്ല കബഡി എന്താ ചെയ്യേണ്ടത് നമുക്കറിയാം. കാണണ ഇതുകൊണ്ട് നമ്മൾ തോക്കൂല പൂജാരിയെ. നോക്കിക്കോ നോക്കിക്കോ ലൈല. സ്വാമി ഇനി അയാൾ ആളെ കൂട്ടി വരുമോ? അതിന് നമ്മളെന്ത് തെറ്റായതേ? മൊയിലാരുടേത് ഒരു അനാവശ്യവും മറ്റവൻ്റേത് ഒരു ആവശ്യവുമായിരുന്നു. നീ എല്ലാം മുകളിലുള്ള കൈകളിലാ.